ബാർ വിവാദത്തിന് തിരികൊളുത്തിയ ശബ്ദ സന്ദേശത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. പണപ്പിരിവിൽ അസോസിയേഷൻ ഭാരവാഹിയായ അനിമോന്റെ മലക്കം മറിച്ചിൽ കേസ് അട്ടിമറിക്കാനാണെന്നാണ് നിഗമനം. ശബ്ദരേഖയിൽ രഹസ്യാന്വേഷണം നടത്താൻ എക്സൈസ് ഇന്റലിജൻസിന് സർക്കാർ നിർദ്ദേശം നൽകി. വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന സർക്കാർ വാദം മുൻനിർത്തി മുന്നോട്ടു പോകാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. അന്വേഷണത്തിന്റെ ഭാഗമായി അനിമോന്റെയും അസോസിയേഷൻ ഭാരവാഹികളുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തും. അനിമോന്റെ മലക്കം മറിച്ചിൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്നാണ് ക്രൈംബ്രാഞ്ച് വിലയിരുത്തൽ. ബാർ ഉടമകൾ തമ്മിൽ ചർച്ച ചെയ്ത് ധാരണയുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അനിമോൻ നിലപാട് തിരുത്തിയത്. ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കുമ്പോഴും ഇതേ നിലപാട് തന്നെയാകും ബാർ ഉടമകൾ സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ അന്വേഷണം വഴിമുട്ടാനും സാധ്യതയുണ്ട്. എന്നാൽ സൈബർ സംഘത്തിന്റെ ഉൾപ്പെടെ സഹായത്തോടെ ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്ന് കണ്ടെത്താനാണ് ക്രൈംബ്രാഞ്ച് ശ്രമം. ശബ്ദ സന്ദേശം അനിമോൻ ഗ്രൂപ്പിലിട്ടതിന്റെ കാരണം പരിശോധിക്കും. അനിമോൻ തന്നെയാണോ മറ്റാരെങ്കിലുമാണോ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് എന്നും കണ്ടെത്തണം. പണപ്പിരിവ് നടന്നിട്ടുണ്ടോ എന്നും ഉണ്ടെങ്കിൽ പിരിച്ചെടുത്ത പണം ആർക്ക് നൽകിയെന്നതും അന്വേഷണ പരിധിയിലുണ്ട്. അതിനിടെ വിഷയത്തിൽ അന്വേഷണം നടത്താൻ എക്സൈസ് ഇന്റലിജൻസിന് സർക്കാർ നിർദ്ദേശം നൽകി. രഹസ്യാന്വേഷണമാണ് നടക്കുക. ജൂൺ 10 നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുന്നേ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശം. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് മുന്നിൽ വെച്ചാകും സഭയ്ക്കകത്തുൾപ്പെടെ പ്രതിപക്ഷ ആരോപണങ്ങളെ ഭരണപക്ഷം പ്രതിരോധിക്കുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.